പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം, കണ്ണുകളടയ്ക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ നല്ല മനോഹരമായ രാവിലെ സമയത്തിനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ വാഴ്ത്തുകയാണ്. കഴിഞ്ഞ രാത്രി ദൈവം ഞങ്ങളെ ക്ഷേമത്തോടെ സൂക്ഷിച്ചു. ഞങ്ങളുടെ യാത്രകളെല്ലാം ദൈവം കൂടെ ഇരുന്നു. ഇന്ന് പകലിൽ ഇവിടെ നടക്കുന്ന മനോഹരമായ വിവാഹ മംഗളകർമ്മങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ഹെൻറിറ്റിനെ ദിനമോളയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ അവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാ ശുശ്രൂഷകളും ദൈവാനുഗ്രഹമാക്കി തീർക്കണം. ശുശ്രൂഷകളുടെ ദാസന്മാരെ, അഭിഷക്തന്മാരെ ദൈവം ബലപ്പെടുത്തണം. കവരനെ ദൈവം അനുഗ്രഹിക്കണം. ഇരു കുടുംബങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. വന്നു ചേർന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും, അവർ വിളിച്ച് വയർത്തിരിച്ച എല്ലാ കുടുംബങ്ങൾക്കും എല്ലാവർക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷകളെല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഒരുമിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. സർവ്വമഹത്വം പിതാവിനർപ്പിക്കുന്നു. പാതിയോണന്തം ദൈവ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും കൃപയും കൂടിയിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും മംഗളമായി ചെയ്യണം. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ. ഹെൻറിറ്റ് കെ ജോയ് ആൻഡ് ഡിന എബ്രഹാം, ഇവരുടെ വിവാഹത്തിലാണല്ലോ നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അവരെ ഒന്ന് വെൽക്കം ചെയ്യാം. എഴുന്നേറ്റ് നിന്ന് ഒന്ന് വെൽക്കം ചെയ്യാം. ഇപ്പോൾ ക്രൈസ്റ്റ് സിംഗേഴ്സ് കൊയർ ടീം ഒരു ഗാനം ആലപിക്കുന്ന സമയം വധൂവരന്മാർക്ക് തനിയോ അവർക്ക് ഉത്തരവാദിത്തപ്പെട്ടവരോ കൊണ്ടുവന്നവരെ അവർക്ക് ആയി ഒരുക്കിയിരിക്കുന്ന ചെയറുകളിൽ അവരെ ആക്കാവുന്നതാണ്. എല്ലാവരും ചേർന്ന് പാടാം. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ. ഓ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. സമയം നമുക്ക് മുന്നിട്ട് ഈ പകലിൽ നമുക്ക് നാമെ സ്തുതിക്കാം. ഒരുമിച്ച് ചേർന്ന് പാടിയേ. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ഓ ദൈവം പരിശുദ്ധൻ.
പരിശുദ്ധൻ. ഹല്ലേലൂയ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ. ഒന്ന് കരമുയർത്തി പാടാൻ കഴിയുമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ അത്ഭുതമന്ത്രിയെ ചേർന്ന് അവൻ അത്ഭുതമന്ത്രിയ ദൈവം നിത്യസാധനം വീരനാം ദൈവം ഉന്നത ദേവൻ നീതി വീരനാം ദൈവം ഉന്നത ദേവൻ നീതി സൂര്യൻ രാജാ. സന്തോഷമുള്ളവരെല്ലാം ചേർന്ന് പറയട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ചേർന്ന് നമ്മൾ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ 45-ാം സങ്കീർത്തനം പാസ്റ്റർ ഫിലിപ്പ് വി ജോൺ മാലക്കര ചർച്ചിൻ്റെ പാസ്റ്റർ ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ വായിക്കുന്നതായിരിക്കും. അതിനുശേഷം പാസ്റ്റർ ജോയ് PS പ്രാർത്ഥിക്കുന്നതായിരിക്കും. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവേ, നിന്റെ വാളരയ്ക്ക് കെട്ടുക. നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായ വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലങ്കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിൻ്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. നിന്റെ രാജത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെടുന്നു, ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ. നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലകവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങൾ നിന്റെ കമ്പിനാഥം നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞിയോ തങ്കമണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കാതെ സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജധാനിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകാമാരെ നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവ്വഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും.
അതുകൊണ്ട് ജാതികളും എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. വീണ്ടും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഈ നല്ല പകൽക്കാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധ രാജ്യങ്ങളും ദേശങ്ങളുമായ ഞങ്ങൾക്ക് ഒന്നിച്ച് ഈ ഓഡിറ്റോറിയത്തിൽ ഞങ്ങളുടെ വാത്സല്യ മക്കളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ കടന്നു വരുവാൻ സർവ്വകൃപാലുവായ ദൈവം ഈ പകൽക്കാലം അനുവദിച്ചതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് ഇതെല്ലാം ഉപകാരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തര വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കാതെ. സർവ്വലഭനായ ദൈവം ഞങ്ങൾക്ക് ഇതെല്ലാം ഉപകാരങ്ങൾക്കായി ഈ പകൽക്കാലം ഞങ്ങൾ നന്ദി ഹൃദയത്തോട് ദൈവത്തിന് സ്തുതിയും സ്തോത്രം അർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇരുവരെയും ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, അവരുടെ ജനദിവസം വരെ അവരെ ദൈവം സൂക്ഷിച്ച് പരിപാലിച്ചു. അവർക്ക് വളരുവാനും വിദ്യാഭ്യാസം ചെയ്യുവാനും ജോലി പ്രവേശിക്കുവാനും ഒക്കെ ദൈവം കൃപ കൊടുത്ത് അവരെ വഴി നടത്തിയ ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവമേ കുടുംബത്തിലേക്ക് പ്രവേശിക്കുവാൻ അവർ പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുമ്പോൾ അങ്ങയുടെ തിരുസാന്നിധ്യം ഇവിടേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കുമാറാകണമേ. ഏതൻ ഭവനത്തിൽ ഇറങ്ങി വന്ന് ഹവ്വാ ദമ്പതിമാരെ അനുഗ്രഹിച്ച സർവശക്തരായ ദൈവമേ, ഇന്ന് പകൽക്കാലം അല്പനിമിഷം കഴിയുമ്പോൾ ഉഭയസമ്മതം ചൊല്ലി കർത്താവേ ഭാര്യഭർത്തകന്മാരായി തീരുമ്പോൾ അദർശനായ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ മേൽ പകർന്ന് ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബത്തെ കാഴ്ചവെക്കുക. സർവശക്തൻ അവർക്ക് ആവശ്യമുള്ള സകല കൃപകളും അനുഗ്രഹങ്ങളും സ്വർഗീയ ദൈവം പകർന്ന് ആശീർവദിക്കുമാറാകണമേ. അവരുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട എല്ലാവരെയും ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അവരെ വളർത്തുവാനും ഇത്രത്തോളം അവരെ കൊണ്ടുവരുവാനും സർവശക്തൻ അവർ കൊടുത്ത എല്ലാ കൃപകൾക്കായി ദൈവമേ ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് പകൽക്കാല ശുശ്രൂഷയ്ക്ക് അധ്യക്ഷം വഹിക്കുന്ന കർത്താവിൻ്റെ ദാസനായി സ്തോത്രം. ഈ സൂക്ഷയിൽ കർത്താവിനെ സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ ദാസനായി സ്തോത്രം. ഈ സൂക്ഷ ആശീർവദിക്കേണ്ട കർത്താവിൻ്റെ ദാസനായി സ്തോത്രം. മറ്റുള്ള എല്ലാ ദൈവദാസന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യമായ സാന്നിധ്യം കൊണ്ട് തമ്പുരാനെല്ലാവരും നിറയ്ക്കുമാറാകണമേ. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, സ്നേഹിതർ, സഭാമക്കളുമായി സ്തോത്രം എല്ലാവരെയും ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഇവിടെ നടക്കുന്ന സൂക്ഷ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്തമായ സാന്നിധ്യം വ്യാപരിക്കണമേ. ആത്മീയ ഗീതങ്ങളെ പാടുവാൻ ദാസന്മാരെ ബലപ്പെടുത്തണം കർത്താവ്. മീഡിയ, മറ്റുള്ള എല്ലാ സംവിധാനങ്ങൾക്കായി സ്തോത്രം. എല്ലാ വിഷയങ്ങളെയും ഞങ്ങൾ അത്യുന്നതരായ ദൈവത്തിൻ്റെ ബലമുള്ള തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആദിലവസാനം വരെ ദൈവകൃപ വ്യാപരിക്കണം. സകല മഹത്വം, ബഹുമാനം, പുകഴ്ചയും പരിശുദ്ധ പിതാവേ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. സകലതും ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ നൽകപ്പെട്ട യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ, ആമേൻ. നമുക്ക് ദൈവത്തിലിരിക്കാമല്ലോ. എല്ലാവർക്കും ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാവിലെ സമയം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ വിലയേറിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായി ഇങ്ങനെ ഒരുമിച്ച് നമുക്ക് കൂടുവാൻ കർത്താവ് ഇടയാക്കി. വാത്സല്യ പോൾ കർത്താവിൽ വിശ്രമിക്കുന്ന KP ജോയ്, ജാൻസി ജോയ്, ഈ ദമ്പതികളുടെ മകൻ, ഇളയ മകൻ ഹെൻറിഡ് K ജോയ്, അതോടൊപ്പം എബ്രഹാം ജോൺ, ഡെയ്സി എബ്രഹാം, ഈ ദമ്പതികളുടെ മൂത്ത മകൾ ഡിന്ന എബ്രഹാമും തമ്മിലുള്ള വിവാഹത്തോടുള്ള ബന്ധത്തിലാണ് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരു കുടുംബത്തിലെയും മാതാപിതാക്കൾ, ഉത്തരവാദിത്തപ്പെട്ടവർ, സഭ ഈ വിഷയത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും വളരെ ദീർഘ പരിശ്രമങ്ങൾക്ക് ശേഷം നമുക്കിങ്ങനെ ഒരുമിച്ച് കടന്നു വരുവാനും കർത്താവ് ഇടയാക്കി. ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളും എല്ലാവരെയും സ്വാഗതവും ചെയ്യുന്നു. പ്രത്യേകാൽ ഈ മീറ്റിംഗ് ആശീർവദിക്കുന്നതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PG മാത്യൂസ്, ദേവദാസൻ, ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കേരള സ്റ്റേറ്റിൻ്റെ മുൻ അസിസ്റ്റൻറ്റ് ഓവർസിയർ ആണ്. കർത്താവിൻ്റെ ദാസൻ നമ്മളോടൊപ്പം കടന്നു വന്നിട്ടുണ്ട്, ഇവിടെ ആയിരിക്കുന്നു. വന്ദനങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ദേവദാസനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗ് വിവാഹം പ്രാർത്ഥിച്ച് ആശീർവദിക്കുന്നതിനായി നമ്മൾക്കൊപ്പം ആയിരിക്കുന്നത് പാസ്റ്റർ G ലൂക്കോസ്, ഡിന്നയുടെ ഗ്രാൻഡ് ഫാദറാണ്.
മുൻ പെൻഡക്കോസ്റ്റ് ചർച്ച് ഓഫ് ഗോഡ് ജനറൽ സെക്രട്ടറി ആയിരുന്ന കർത്താവിൻ്റെ ദാസിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ബോംബെയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടെനിസൺ മാത്യു താക്കുള്ളി ചർച്ചിൻ്റെ പാസ്റ്ററാണ്. കർത്താവിൻ്റെ ദാസിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ വളരെ അടുത്ത സുഹൃത്തും കൂടെയാണ്. ദൈവദാസനെ സ്വാഗതം ചെയ്യുന്നു. മുള്ളവന ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുന്ന രാജൻ PS ദൈവദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. ഗോവയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വില്യം ദൈവദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന മറ്റ് കർത്തൃദാസന്മാർ, ദൈവമക്കൾ, കുടുംബാംഗങ്ങൾ ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളും നിങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ ഈ വിവാഹം ദൈവിക നിയോഗമാണ്, ദൈവിക നിശ്ചയമാണ്. നമ്മൾ ചിന്തിക്കും ഇരു കുടുംബത്തിലെയും മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സഭയിലെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ചേർന്ന് പ്ലാൻ ചെയ്തു, അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി നാം മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, സർവശക്തനായ ദൈവം ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുവാനിടയായി. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഇന്ന് ഇവിടെ ഈ കുഞ്ഞുങ്ങൾ വന്നിരിക്കുന്നതിൻ്റെ കാരണം. എത്ര പേർക്ക് അതിന് ദൈവത്തിന് ഒരു നന്ദി പറയാനായി സാധിക്കും? ദൈവമേ, അങ്ങയുടെ പ്രവർത്തികൾക്കായി സ്തോത്രം. നമ്മുടെ എല്ലാ നന്മയുടെയും ഉറവിടം സർവശക്തനായ ദൈവമാണ്. ഹി ഈസ് ദ സോഴ്സ് ഓഫ് എവറി ബ്ലെസ്സിങ്സ് ദാറ്റ് വി ആർ ഹാവിങ്. എല്ലാ അനുഗ്രഹത്തിൻ്റെയും, എല്ലാ നന്മയുടെയും, എല്ലാ നല്ല ദാനങ്ങളുടെയും ഉറവിടം സർവശക്തനായ ദൈവമാണ്. ആമേൻ. ദൈവത്തിന് സകല മഹത്വവും ഈ അവസരത്തിൽ നൽകുന്നു. ഉൽപ്പത്തി പുസ്തകം 2:18 ഇങ്ങനെ വായിക്കുന്നു: The Lord said, It's not good to be the man alone, so I will make a helper suitable for him. വളരെ സൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. അത് ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും കർത്താവ് ചെയ്തതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ചില കാര്യങ്ങൾ ഹെൻറിനെ കുറിച്ചൊന്ന് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹെൻറിയുടെ ഗോവ ചർച്ച് ഓഫ് ഗോഡ്, ഗോവ സ്റ്റേറ്റിലുള്ള ഞങ്ങളുടെ ചർച്ചുകളിൽ ഏറ്റവും അനുഗ്രഹീതനായ ഒരു യുവാവാണ് ഹെൻറിഡ്. നാമേൻ വളരെ ആത്മീക നിലവാരത്തിൽ വളർത്തപ്പെടുവാനും ചെറുപ്രായത്തിൽ തന്നെ കർത്താവിനെ അറിയാനും കർത്താവിനെ മനസ്സിലാക്കാനും അഭിഷേകം പ്രാപിക്കാനും ആത്മീക നിലവാരത്തിൽ വളരാനും ഒക്കെയുള്ള ഒരു അവസരം ഹെൻറിഡിന് ലഭിക്കാനിടയായി തീർന്നു. ഗോവ പോലെയുള്ള ഒരു പട്ടണത്തിൽ ഒരു ചെറുപ്പക്കാരൻ വരിക, ആത്മീകനായി വളരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. എങ്കിലും ഞാൻ ഒരു ദൈവദാസന നിലവാരത്തിൽ നിങ്ങളോട് പറയട്ടെ, തികഞ്ഞ ഒരു ആത്മീകനായി വളർത്തപ്പെടുവാനും വളരുവാനും ഇങ്ങനെ നമ്മൾക്കൊപ്പം ഇവിടെ ആയിരിക്കാനും കർത്താവ് ഇടയാക്കിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനായി ആമേൻ സമയാസമയങ്ങളിൽ തൻ്റെ മകന് ആത്മീക ശിക്ഷണത്തിനുള്ള സഭകളും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ കർത്താവ് നൽകി. അതോർത്തും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ വത്സല്യ ജോയിച്ചാൻ 2021 കർത്തൃ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഞങ്ങൾ വളരെ സ്നേഹിക്കുന്ന വാത്സല്യ ദൈവദാസൻ. ആ കുടുംബം വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. ചർച്ച് ഓഫ് ഗോഡ് ഗോവയ്ക്ക് എല്ലാ നിലവാരത്തിലും അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. അതോടൊപ്പം തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതാവിനെയും തൻ്റെ മകനെ ലഭിക്കാനിടയായി. ജാൻസി ആൻറ്റി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ പറയട്ടെ, പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും തീർച്ചയായും. ആമേൻ. ഒത്തിരിയൊന്നും കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായി സാധിച്ചില്ലെങ്കിലും ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കളോടായി പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ തലമുറകൾ നഷ്ടപ്പെട്ടു പോകുകയില്ല, അവർ അനുഗ്രഹീതരായി തീരുവാനിടയായും. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഹെൻറിഡ് നമ്മുടെ ഒപ്പം ഇങ്ങനെ ആയിരിക്കുന്നത്. ആ മാതാവിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മൂത്ത സഹോദരിയുണ്ട് ഹെപ്സിബ, താൻ വിവാഹിതയാണ്. ജോമോൻ, അവർ ഒരുമിച്ച് ഗൾഫിൽ വർക്ക് ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹെൻറിഡ് ദുബായിൽ IPC ഫിലദൽഫിയ ദുബായ് ചർച്ചിൽ അറ്റൻഡ് ചെയ്യുന്നു. അവിടെ വളരെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആകുന്ന ഒരു ചെറുപ്പക്കാരൻ. എല്ലാ അർത്ഥത്തിലും വളരെ ആത്മീകനായ, ദൈവസഭയ്ക്ക് വളരെ പ്രയോജനപ്പെടുന്ന
ഈ മകനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ദിനയ്ക്ക് ലഭിച്ച ഏറ്റവും അനുയോജ്യനായ ഒരു വരനാണ്, അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ആമേൻ ഇന്ന് ഇവരെ ഒരുമിപ്പിച്ച് ദൈവത്തിന് അനുഗ്രഹീതമായ ഒരു കുടുംബം ഈ ഭൂമിയിൽ ഉണ്ടാകുവാൻ കർത്താവ് ഇടയാക്കട്ടെ. കർത്താവ് അവരെ അതിനായി സഹായിക്കട്ടെ. തുടർന്ന് ബ്രൈഡിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇൻട്രൊഡ്യൂസിങ് ദ ബ്രൈഡ് പാസ്റ്റർ വെസ്ലി ലൂക്കോസിനെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ കടന്നു വന്ന് ഞാൻ ഹെൻറിഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. ദിനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ദിനയുടെ അങ്കിളാണ് UK കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന വത്സലി കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഏകദൈവവും ഏകസത്യവും ഏകമാർഗമായ ശ്രീ യേശുവിൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വേദിയിലായിരിക്കുന്ന ശ്രേഷ്ഠനന്മാരായ ദൈവദാസന്മാർ, വിശേഷിച്ച് ഞങ്ങൾ കുടുംബമായി ഉടനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പിജു മാത്യു സാർ ഈ വിവാഹം ആശ്രവദിക്കാനായി വന്നതിൽ ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ വിവാഹത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവദാസൻ പാസ്റ്റർ മനു ചാക്കോ അവറുകൾ, ഹെൻറിറ്റിൻ്റെ ലോക്കൽ ചർച്ചിൻ്റെ പാസ്റ്റർ. ഹെൻറിറ്റിൻ ഞങ്ങളുടെ പ്രിയ പൈതൽ ജിന്നയുടെ ലോക്കൽ പാസ്റ്ററാണ്. അതുപോലെ കർത്താവദാസൻ പാസ്റ്റർ ഫിലിപ്പ് ജോസഫ് അവറുകൾ, അവിടെയാണ് എൻ്റെ സഹോദരിയും കുടുംബവും മാലക്കരയിൽ ചർച്ച് ഗോഡിൽ അംഗങ്ങളായിട്ടുള്ളത്. ആദിവാസിന്മാർ, മറ്റ് എല്ലാ കർത്താവിൻ്റെ ദാസന്മാർക്കും ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഡിന്നയ്ക്ക്, ഹെൻറിറ്റിന്, അവരുടെ ഹെൻറിറ്റിൻ്റെ മാതാവ്, സഹോദരി കുടുംബം, അവരുടെ പ്രിയപ്പെട്ടവരായി വന്നിരിക്കുന്നവർ, അതുപോലെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുള്ള ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, കൂട്ടുവിശ്വാസികൾ, എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഭവനത്തിലെ ഏറ്റവും ഞങ്ങളുടെ അടുത്ത ജനറേഷനിലെ ഏറ്റവും മൂത്ത പൈതലാണ് ഡിന്ന. ഞങ്ങളുടെ കർത്താവദാസൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ പിതാവ് ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ചു. മാതാപിതാക്കൾ ദീർഘപതിറ്റാണ്ടുകൾ ദൈവത്തെ ആത്മാർത്ഥമായി സേവിച്ചു. ഞങ്ങൾ 6 മക്കളാണ്, 2 ആണും 4 പെണ്ണും. ഞങ്ങളുടെ ഏറ്റവും മൂത്ത ചേച്ചിയാണ്, മൂത്ത സഹോദരിയാണ് ഡെയ്സ് മാമ, മോനിച്ചാൻ, അവർക്ക് കൊടുത്ത ദൈവം കൊടുത്ത ദാനമായി കൊടുത്ത ഡിന്നമോൾ, ഡേവിസ് മോൻ, ഇവരെ ഓർത്ത് സ്തോത്രം. ഞങ്ങൾക്ക് ഡിന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പൈതലാണ്. പല രീതിയിലും അവൾ പ്രിയപ്പെട്ടവളാണ്. ഒന്ന്, ഞങ്ങളുടെ അടുത്ത ജനറേഷനിലെ മൂത്ത പൈതലായതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ അതുകൊണ്ട് അവളോട് ഞങ്ങൾക്കെല്ലാവർക്കും പ്രിയമുണ്ട്. അതുമാത്രമല്ല, അവളുടെ സ്വഭാവം കാപട്യം നിറഞ്ഞ ആത്മീയ ലോകത്ത് കാപട്യമില്ലാത്ത ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മിതഭാഷയായ, ആരെയും വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത സംതൃപ്തിയുള്ളൊരു ജീവിതത്തിൻ്റെ ഉടമയാണ് പ്രിയ ഡിന്ന. അവളുടെ അമ്മാച്ചൻ എന്നുള്ളതിൽ മാത്രമല്ല, ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഞാൻ അവളെ ഒബ്സർവ് ചെയ്തത് എൻ്റെ ടെസ്റ്റിമണി അതാണ്. ഞാൻ പറഞ്ഞ 6 മക്കളും ഒരുമിച്ച് ഞങ്ങൾ, അതായത് ഡിന്നയുടെ മമ്മിയുടെ സഹോദരങ്ങൾ 6 പേര് ഒരുമിച്ച് കിട്ടുക വളരെ പാടാണ്. ഡിന്ന അതുകൊണ്ട് ഭാഗ്യവതിയാണ്. ഞങ്ങൾ 6 പേരും ഇന്നുണ്ട്. ഇതിനു മുമ്പ് ഞങ്ങൾ 6 പേരോട് ഒരുമിച്ച് ഇതുപോലൊന്ന് കൂടിയത് എൻ്റെ വിവാഹത്തിനാണ് 26 വർഷത്തിന് മുമ്പ്. അപ്പോൾ 26 വർഷത്തിന് ശേഷം എനിക്ക് ശേഷം ഞങ്ങളുടെ തലമുറയിൽ അടുത്ത് ഡിന്ന അതുകൊണ്ട് ആ രീതിയിൽ ഭാഗ്യവതിയാണ്. മാത്രമല്ല, ഞങ്ങളുടെ മദറിൻ്റെ സൈഡിൽ എല്ലാവരും സ്റ്റേറ്റ്സിലാണ്, അമേരിക്കയിലാണ്. ഞങ്ങളുടെ ഒന്നും വിവാഹത്തിന് ഞങ്ങളുടെ കൊച്ചന്മാർക്കൊന്നും വരാൻ കഴിഞ്ഞില്ല. ഇന്ന് ഞങ്ങളുടെ മമ്മിയുടെ ഏറ്റവും അനിയത്തി പ്രിയ കുഞ്ഞോൾ മാമയും ഹസ്ബൻഡ് സെബാസ്റ്റ്യൻ ഉപ്പാപ്പൻ, അവർ 2 പേരും സ്റ്റേറ്റ്സിൽ നിന്ന് ഇന്നലെ എത്തി, ഇന്ന് രാവിലെ. അതുകൊണ്ടും പ്രിയ ഡിന്ന, അതെല്ലാം ഞങ്ങളുടെ ഡിന്നമോളുടെ ഞങ്ങളുടെ സ്നേഹം കൊണ്ടാണ് ഞങ്ങളെല്ലാവരും വന്നത്. അവൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടപ്പം എൻ്റെ ടെസ്റ്റിമണി ഡിന്നയെക്കുറിച്ചുള്ള സിമ്പിൾ അത്രമാത്രം. അപ്പോൾ അതുകൊണ്ട് ഹെൻറിറ്റിനെക്കുറിച്ച് വേറെ ഒന്നും ഞങ്ങൾ ആലോചിച്ചില്ല. എൻ്റെ സ്നേഹിതന്മാരായ 2 പാസ്റ്റേഴ്സ് ഹെൻറിറ്റിൻ്റെ സഭാ പാസ്റ്റേഴ്സായിട്ട് ഇരുന്നിട്ടുണ്ട്. അവരോട് കാര്യം തിരക്കിയപ്പോൾ
ഹെൻറിനെക്കുറിച്ച് നല്ല ടെസ്റ്റ് മണി പറഞ്ഞു. ഇപ്പോൾ കറൻ്റ്ലി മനുപാസ്റ്ററോട് പാസ്റ്റായിരിക്കുന്നുവെങ്കിൽ ഹെൻറിനെ സ്നാനപ്പെടുത്തിയ ദൈവദാസൻ ഉൾപ്പെടെ ഇന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാസ്റ്റർ വില്യം, അദ്ദേഹത്തിൻ്റെ വൈഫ് ഷേർലി, അദ്ദേഹത്തിൻ്റെ പപ്പായും ഞങ്ങളുടെ പപ്പായും ഒക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ്. അപ്പോൾ ഹെൻറിനെക്കുറിച്ച് നല്ല സാക്ഷ്യം ലഭിക്കാനിടയായി തീർന്നു. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഈ 2 കുഞ്ഞുങ്ങളും തമ്മിലുള്ള വിശുദ്ധ വിവാഹം എന്തുകൊണ്ടും ദൈവത്താൽ ചേർക്കപ്പെടുന്നതും ദൈവത്തിന് സംപ്രീതമായിരിക്കുന്നതും അവരുടെ കുടുംബജീവിതം എല്ലാവത്തിലും ധന്യമായി തീരട്ടെ. ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. തുടർന്ന് നാം ദൈവവചനം ശ്രവിക്കാനൊക്കെ ആയി പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുക. ദൈവവചന കേൾവി നമുക്കും ഈ കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. അതിനു മുമ്പായി കൊയർ ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. അതിനുശേഷം പാസ്റ്റർ ടെനിസൺ മാത്യു, ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ താക്കുർലി ചർച്ചിൻ്റെ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, ഇപ്പോൾ ഇതിനെ അറ്റൻഡ് ചെയ്യുന്ന ചർച്ചിൻ്റെ പാസ്റ്ററാണ്. ദൈവദാസൻ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതായിരിക്കും. ഏകസത്യ ദൈവത്താൽ സ്ഥാപിതമായതും ആ ദൈവം തന്നെ കൂട്ടിയോജിപ്പിക്കുന്നതും ആ സനാതനനായ ദൈവം തന്നെ സാക്ഷിയാകുന്നതുമായ ഒരു വിശുദ്ധ വിവാഹത്തിൽ സാക്ഷികളാകുവാനും സംബന്ധിക്കുവാനുമാണ് നാം ഏവരും ഇവിടെ ആയിരിക്കുന്നത്. ഇന്നത്തെ ഈ അനുഗ്രഹീത ശുശ്രൂഷ അധ്യക്ഷത ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ, ഞാൻ വളരെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന പ്രിയ പാസ്റ്റർ മനു കെ ചാക്കോ, ഗോവ എന്ന സുവിശേഷത്തിൻ്റെ ഊഷരഭൂമിയിൽ ഊഷ്മളത വിതയ്ക്കുവാൻ വളരെ അത്യധ്വാനം ചെയ്യുകയും കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിൽ അനുഗ്രഹീതമായ തലത്തിൽ മുൻപോട്ട് പോവുകയും ചെയ്യുന്ന ആ കർത്തൃദാസനോട് ചേർന്ന്, അതോടൊപ്പം ഒരു പുരുഷായുസിൻ്റെ സിംഹഭാഗവും ഇപ്പോഴും വളരെ ആക്റ്റീവായി കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന ദൈവസഭയുടെ വളരെ സീനിയറായ കർത്താവിൻ്റെ ദാസൻ പ്രിയ PG മാത്യു സാർ ഇന്നത്തെ വിവാഹം ആശീർവദിക്കുന്നു. ആ കർത്താവിൻ്റെ ദാസനോട് ചേർന്നു വേദിയിലായിരിക്കുന്ന മറ്റ് പ്രിയ ശ്രേഷ്ഠരായ ദൈവദാസന്മാർ, ഇന്നത്തെ മുഖ്യ ആകർഷണമായ പ്രിയ ഹെൻറിയറ്റ്, പ്രിയ ദിന്ന, പ്രിയമുള്ളവരുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, ചാർച്ചക്കാർ, സഭാജനങ്ങൾ, നിങ്ങളുടെ ഏവരോടും ചേർന്ന് ഇവിടെ ആയിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നതോടൊപ്പം ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കേവർക്കും വന്ദനങ്ങളെ ചൊല്ലുന്നു. നിങ്ങളേവരും സന്തോഷമുള്ളവരായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾ ഹെൻറിയറ്റിനെക്കുറിച്ചും പ്രിയ ദിന്നയെക്കുറിച്ചുമുള്ള നല്ല സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ അവരുടെ പ്രിയമുള്ളവർ നമുക്ക് നൽകി തന്നത് നാം വളരെ സ്തോത്രത്തോടെയാണ്, സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. ആത്മീക പൈതൃകം വളരെ നന്നായി അവകാശപ്പെടുവാൻ കഴിയുന്ന ഒരു ഭവനത്തിലെ ആത്മീയത കാത്തു സൂക്ഷിക്കുന്ന ഒരു പൈതലാണ് പ്രിയ ദിന്ന എന്നുള്ളത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവർ ആയിരിക്കുന്ന പ്രാദേശിക സഭയിൽ കഴിഞ്ഞ ചില നാളുകളായി ഒരു ശുശ്രൂഷകനായിരിക്കാനുള്ള സാവകാശം എനിക്ക് ലഭിച്ചു. പ്രിയ ദിന്നയുടെ പിതാവ് മോനച്ചായൻ, പ്രിയ DC ആൻറ്റി, പ്രിയ മോൻ ഡേവിസ്, ദൈവസഭയ്ക്ക് വളരെ അനുഗ്രഹമായ ദൈവദാസന്മാരോട് ചേർന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാറ്റിനും സഹായകമായ ഒരു കുടുംബമാണ്. ഈ കുടുംബവുമായുള്ള അടുപ്പം എനിക്ക് കഴിഞ്ഞ ചില നാളുകൾ കൊണ്ട് തുടങ്ങിയതല്ല. പ്രിയ മോനച്ചായൻ്റെ ജ്യേഷ്ഠൻ, ഇപ്പോൾ കർത്താവിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ തോമസ് ജോൺ അവറുകൾ നോർത്ത് ഇന്ത്യയിൽ ഒരു നല്ല കാലഘട്ടത്തെ കർത്താവിന് വേണ്ടി ചിലവഴിക്കുവാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ആ ദൈവദാസനോട് ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിപ്പാനുള്ള സാവകാശം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ നല്ല നിമിഷങ്ങളെയൊക്കെ നന്ദിയോടെ ഓർക്കുന്നു.
പ്രിയ സാലിയാൻ്റിയും കുഞ്ഞുങ്ങൾ കുടുംബമായും ഇവിടെയുണ്ട്. ഏകദേശം 15 വർഷങ്ങൾക്ക് ശേഷമാണ് അവരെ കാണുവാനൊക്കെയുള്ള ഭാഗ്യം ലഭിച്ചത്. ആ പ്രിയമുള്ളവരെയും ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റു പല ദൈവദാസന്മാർ, ദൈവമക്കളായിരിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മീയ കാര്യങ്ങളിൽ വളരെ കാഴ്ചപ്പാടും ഉത്തരവാദിത്വവും കാത്തു സൂക്ഷിക്കുന്ന ആ കുടുംബത്തിലെ ഒരംഗവും നാം കേട്ടതുപോലെ തന്നെ ഗോവയെന്ന ഒരു വലിയ പട്ടണത്തിൽ കർത്താവിനു വേണ്ടി വിശ്വസ്തയോടെ ഏകസത്യ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് മുൻപോട്ട് പോകുന്ന ഒരു അനുഗ്രഹീത പൈതലും അവരുടെ കുടുംബാംഗങ്ങളും, ഹെൻറിറ്റും പ്രിയ ആൻറ്റിയും പ്രിയ സഹോദരൻ സഹോദരി, അവരുടെ വിവാഹം നമുക്ക് വളരെ സന്തോഷകരമാണ്. കർത്താവിനെ സ്നേഹിക്കുന്ന ഏവർക്കും ഈ വിവാഹത്തിൽ പങ്കാളികളാണ്. നമുക്ക് ഏവർക്കും ഒരുമിച്ച് നമ്മുടെ ദൈവത്തെ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിക്കുവാൻ കഴിയുമോ? നമ്മുടെ അനുഗ്രഹവും ആശീർവാദവും നമ്മുടെ സന്തോഷമുള്ള മുഖപ്രസാദമുള്ള ആ കാഴ്ചയുമാണ് പ്രിയമുള്ളവർക്കും സന്തോഷം പകരുന്നത്. നിശ്ചയമായും നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് ആരംഭമായി ഓർമ്മപ്പെടുത്തുകയും തുടക്കത്തിൽ തന്നെ എൻ്റെയും കുടുംബത്തിൻ്റെയും താക്കുർലി ദൈവസഭയുടെയും എല്ലാവിധമായ അനുമോദനങ്ങളും ആശീർവാദങ്ങളും നൽകുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ശുശ്രൂഷകളിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് തിരുവെഴുത്തിൽ നിന്നുമുള്ള കേൾവിയും അതിൻ്റെ സ്വീകരണവും. ഒരുവനെ തികഞ്ഞവനാക്കുന്നത് കർത്താവായ ദൈവത്തിൻ്റെ വാക്കുകളാണ്, വചനമാണ്, ആലോചനകളാണ്. നിശ്ചയമായും അത് പ്രാപിപ്പാൻ ചില നിമിഷങ്ങളെ നമുക്ക് വേർതിരിക്കാം. കൂടുതൽ സമയം എടുക്കുമെന്നും താമസിച്ചാണ് നമുക്ക് തുടങ്ങുവാൻ കഴിഞ്ഞത്, അതുകൊണ്ട് ഒത്തിരി ലേറ്റ് ആകുമെന്നുള്ള ചിന്തയൊന്നും വേണ്ട. എല്ലാം വളരെ ക്രമമായും വളരെ ചന്തമായും കൃത്യമായും മുൻപോട്ട് പോകും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. 127 സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഭവനം പണിയുന്നത് ദൈവമാണ്. വീട് പണിയുവാൻ നമുക്ക് കഴിയും. കല്ലും കട്ടയും മരവും സിമൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ, അധ്വാനിക്കുവാൻ ആളും അതിന് ചിലവാക്കുവാൻ തുകയും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, നാം ഇപ്പോൾ ഇരിക്കുന്ന ഈ മനോഹരമായ ഒരു ഓഡിറ്റോറിയം പോലെ മനോഹരമായ വീടുകളെ പണിയുവാൻ സാധിക്കും. എന്നാൽ ആ വീടിനെ ഭവനമാക്കി തീർക്കുന്നത് നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ സാമർഥ്യമോ അറിവുകളോ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യമോ പാരമ്പര്യങ്ങളോ ഒന്നുമല്ല. പകരം തികഞ്ഞ ദൈവബോധവും ദൈവാശ്രയവുമാണ് എന്ന തിരിച്ചറിവ് ഈ തിരുവെഴുത്ത് നമുക്ക് നൽകി തരുന്നു. യഹോവയാണ് ഭവനം പണിയുന്നത്. അത് മനസ്സിലാക്കുകയും അനുഭവിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ, ആ തലമുറയെ പിൻപറ്റുന്ന പ്രിയ കുഞ്ഞുങ്ങളാണ് ഇന്ന് വേദിയിൽ മുഖ്യ ആകർഷണമായി നിലകൊള്ളുന്നത്. വിവാഹം അത് ദൈവത്താൽ സ്ഥാപിതമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, 2-ാം അധ്യായം അതിൻ്റെ 24 25 വാക്യങ്ങളിൽ, ദൈവം ആദാമിന് ഒരു ഗാഢനിദ്ര വരുത്തി തൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിനെ തനിക്ക് യുക്തമായ ഒരു സ്ത്രീയാക്കി രൂപപ്പെടുത്തി തൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. ദൈവത്താൽ സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് കുടുംബം എന്നുള്ളത് കൊണ്ട് തന്നെ ആ കുടുംബം എങ്ങനെയായിരിക്കണം എന്നുള്ള ബ്ലൂ പ്രിന്റ്, അതിൻ്റെ മാനുവൽ ദൈവം തന്നെ നൽകിയിട്ടുണ്ട്. അത് വിശുദ്ധ തിരുവെഴുത്ത് വേദപുസ്തകം നമ്മെ അറിയിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവവിശ്വാസമില്ലാത്തവർ എന്ന് പറഞ്ഞ് ദൈവം വെച്ചിട്ടുള്ള മാനുവലിനെ നിരാകരിക്കുവാൻ കഴിയുകയില്ല. കാരണം ആ നിരാകരണമെന്ന് പറയുന്നത് അപകടമാണ്.
തീയിൽ തൊട്ടാൽ പൊള്ളും എന്നുള്ളത് അലിഖിതമായ ഒരു അറിവാണ്. അത് പ്രത്യേകിച്ച് എഴുതി വെക്കേണ്ട കാര്യമില്ല. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തീയിൽ തൊടുന്നവരുടെ കയ്യോ കാലോ പൊള്ളാതെ ഇരിക്കുകയില്ല. എന്നതുപോലെ തന്നെ ദൈവത്താൽ സ്ഥാപിതമായ ഈ ഭവനത്തിൻ്റെ അനുഗ്രഹീതമായ മുന്നേറ്റത്തിന് ആവശ്യമായ രൂപരേഖ നമ്മുടെ ദൈവം തന്നിട്ടുണ്ട്. അത് തിരുവെഴുത്തിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. അതിനെ അനുസരിച്ചും അതിനെ അംഗീകരിച്ചും അതിനെ പിൻപറ്റിയും മുൻപോട്ട് പോകുമ്പോൾ അനുഗ്രഹീതമായ കുടുംബങ്ങൾക്ക് ഈ ചുറ്റുപാട് സാക്ഷ്യം വഹിക്കും. ദൈവം ആദാമിന് ഗാഢനിദ്ര നൽകി എന്നുള്ളതിൽ അനുഗ്രഹീതമായ ഒരു സന്ദേശമുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതിന് മനുഷ്യൻ്റെ വിശേഷമായ സ്വാർത്ഥമായ ഇടപെടലുകളുടെ ആവശ്യമില്ല. സ്വന്തം തിരഞ്ഞെടുത്തും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാതാപിതാക്കളെയോ വേണ്ടപ്പെട്ടവരെയോ അനുസരിക്കാതെയും അംഗീകരിക്കാതെയും പോകുന്ന ഒരു യുവതലമുറയുടെ മുൻപിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് അനുഗ്രഹമാണ്. അവരുടെ പ്രായത്തിൻ്റെ ഈ ഘട്ടം വരെയും മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് കീഴ്പ്പെട്ട് ദൈവത്തിനും ദൈവസഭയ്ക്കും ദൈവിക പ്രമാണങ്ങൾക്കും അവർ അനുസരണമുള്ളവരായി മാതാപിതാക്കൾ അവർക്ക് ചൂണ്ടിക്കാണിച്ചതിനെ പ്രാർത്ഥനയോടെ അംഗീകരിക്കുവാൻ സ്വീകരിക്കുവാൻ മനസ്സുവെച്ച ഈ തലമുറയിൽ സാക്ഷ്യമായി തീരുന്ന പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആദാമിനുള്ളത് ദൈവമാണ് കരുതിയത്. ഹെൻറിറ്റിനുള്ളത്, പ്രിയ ദിന്നയ്ക്കുള്ളത് ദൈവം അപ്രകാരം കരുതിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ കരുതലിൽ കാണുന്ന 3 കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഞാനൊന്ന് പറഞ്ഞു പോകാം. ഒന്ന്, ആദാം ഗാഢനിദ്രയിൽ നിന്നും എഴുന്നേറ്റപ്പോൾ ദൈവം തനിക്കുണ്ടാക്കിയ തക്ക തുണയെ മുൻപിൽ കൊണ്ടുവരുന്നു. അതിനുശേഷം ആ ഏറ്റവും സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന, കുറ്റമറ്റത് എന്ന് പറയുവാൻ കഴിയുന്ന ഹവ്വയെ നോക്കി താൻ പറയുന്നൊരു കാര്യമുണ്ട്. ഇത് എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയുമാണ്. അടുത്ത ഭാഗത്ത് വായിക്കുന്നു, അവർ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഇരുവരും ഒരു ദേഹമായി തീരും. എത്ര മനോഹരമായ ഒരു രീതിയും ക്രമവുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 28 അധികം വർഷങ്ങൾ പ്രിയ മോനച്ചായനോടും ഡെയ്സി ആൻറ്റിയോടും ഡേവിസിനോടും ചേർന്ന് ആ കുടുംബത്തിൽ അനുസരണയോടെ വളർന്നു വന്ന പ്രിയ ദിന്ന, 32-ലധികം വർഷം പ്രിയ ജാൻസി ആൻറ്റിയോട്, സഹോദരിയോട്, പ്രിയ സഹോദരങ്ങളോട് ചേർന്ന് അനുസരണയോടെ വളർന്നു വന്ന പ്രിയ ഹെൻറിറ്റ്, ആ ഹെൻറിറ്റിലേക്ക് ചേരുവാൻ ഒരു ലീവിങ്, ഒരു വിട്ടുപിരിയൽ, അതാണ് ഇന്ന് ദിന്നയ്ക്ക് ലഭ്യമാകുന്നത്. പലതിനെയും ഉപേക്ഷിക്കേണ്ടതും മാറ്റിവെക്കേണ്ടതും മറന്നു പോകേണ്ടതുമായ പലതുമുണ്ട്. ഇന്നു മുതൽ പ്രിയ ഹെൻറിറ്റിൻ്റെ മാതാവിനെ സ്വന്തം അമ്മയെപ്പോലെ കരുതുവാൻ, ഇതുവരെയും എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ പ്രിയ ഡെയ്സി ആൻറ്റി മാത്രമേ ഓർമ്മയിൽ വരത്തുള്ളൂ. പക്ഷേ ഇനി എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ പ്രിയ ഹെൻറിറ്റിൻ്റെ അമ്മയും ആ ഓർമ്മയിൽ വരുന്ന ആ ഒരു മാറ്റത്തിലേക്ക് എന്ന് പ്രിയമുള്ളവർ പ്രവേശിക്കുന്നു. അതിനുശേഷം അടുത്ത ഭാഗമാണ് അവരിരുവരും പറ്റിച്ചേരുക. എല്ലാ തലത്തിലും, എല്ലായിടങ്ങളിലും, എല്ലാ മേഖലകളിലും അവർ മേലാൽ 2 അല്ല 1 എന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ഹെൻറിറ്റിന് വേദനിച്ചാൽ ആ വേദന ദിന്നയുടെയുമാകുന്നു. ദിന്നയ്ക്ക് സങ്കടം വന്നാൽ ആ സങ്കടം ഹെൻറിറ്റിൻ്റെതുമാകുന്നു. അവരുടെ കുടുംബത്തിൻ്റെതായി മാറുന്നു ആവശ്യകതകളൊക്കെ. അങ്ങനെ വളരെ നന്നായി പറ്റിച്ചേരുവാൻ, ക്ലിങ് ആകുവാനുള്ള ആ അനുഗ്രഹീത
പുറപ്പാടാണ് ഇന്ന് നടക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അപ്പനെയും അമ്മയും ഉപേക്ഷിക്കുവാനല്ല വേദപുസ്തകം പറയുന്നത്. പകരം അതിലുപരി അവരോട് ചേർന്ന് നിന്ന് ആ പുതിയ ഉത്തരവാദിത്വത്തെ, ആ പുതിയ ദൗത്യത്തെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതിന് സർവശക്തനധികമായ കൃപ നൽകട്ടെ. മൂന്നാമത്തേതാണ് ബിക്കമിങ് വൺ എന്നുള്ളത്. വിട്ടുപിരിഞ്ഞു, പറ്റിച്ചേർന്നു, ഒന്നായിത്തീരുന്ന അനുഭവം. ഇതാ വേദപുസ്തകത്തിൻ്റെ ക്രമമെന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ ഇന്നത്തെ യുവതലമുറയുടെ ഇടയിൽ നേരെ വിപരീതമായ ചില കാഴ്ചകളും കേൾവികളുമൊക്കെ നാം കണ്ടും അറിഞ്ഞും വേദനിച്ചും മുൻപോട്ട് പോകുന്നുണ്ട്. മക്കളുടെ വിവാഹം സോഷ്യൽ മീഡിയയിലൂടെ അറിയേണ്ടി വരുന്ന മാതാപിതാക്കളുടെ വേദനയെ ആ കുഞ്ഞുങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. എല്ലാം കണ്ടും അറിഞ്ഞും കേട്ടും അതിനൊക്കെ ശേഷം വീട്ടിൽ വന്ന് എനിക്കിഷ്ടമാണ്, എനിക്കത് മതി എന്ന് പറയുന്ന ഒരു യുവത വളർന്നു വരുന്നുണ്ട്, അല്ല വളർന്നിരിക്കുന്നുണ്ട്. പക്ഷേ വേദപുസ്തകം അതിനോട് ചേർന്ന് നിൽക്കുന്നില്ല എന്ന സത്യം നാം തിരിച്ചറിയണം. ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒന്നാമനായി നിൽക്കുന്ന കർത്താവും ആ കർത്താവിനോട് ചേർന്ന് പ്രിയ കുഞ്ഞുങ്ങൾക്കും മുന്നേറുവാൻ സാധിക്കും. മുപ്പിരിച്ചരുടെ വേഗത്തിൽ അറ്റുപോകയില്ല എന്ന വാക്കുകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. 2-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത് വിശേഷമായ കുടുംബത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയത്തോടു കൂടിയാണ്. അതിതാണ്, അവരിരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയതുമില്ല എന്നുള്ളതാണ്. ഇറ്റ് ഈസ് നോട്ട് ഓൾ അബൌട്ട് ഫിസിക്കൽ. ഇത് ശാരീരികമായ ഒരു നഗ്നതയെക്കുറിച്ചല്ല പറഞ്ഞത്. അതിലുമുപരി അതിൻ്റെ അകത്ത് കർത്താവ് കണ്ട, നാം കാണേണ്ട ഒരു വസ്തുതയുണ്ട്. അവരുടെ ഇടയിൽ മറയ്ക്കുവാൻ, ഒളിക്കുവാൻ, ഓടിപ്പോകുവാൻ ഒന്നുമില്ല. കാരണം അവർ 2 മെയ്യെങ്കിലും ഒരു മനസ്സിൻ്റെ ഉടമകളായിട്ടാണ്. എൻ്റെ ഫോൺ എന്ന് പറഞ്ഞവർക്ക് ഓടേണ്ട, 2 പേർക്കും അത് ഉപയോഗിക്കുവാൻ കഴിയുന്ന നിലയിൽ, എൻ്റേത് എന്ന് പറഞ്ഞ് മാറ്റിവെക്കേണ്ട, 2 പേർക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്ന നിലയിൽ വേർപാടുകളില്ലാത്ത, മറയില്ലാത്ത അനുഗ്രഹീതമായ ഒരു അനുഭവം. അതാണ് തിരുവെഴുത്ത് പറയുന്നത്. അതിന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിനാവശ്യമായ എല്ലാ കൃപകളും ദൈവം നിങ്ങളുടെ മേൽ ചൊരിയട്ടെ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എന്നെ കേൾക്കുന്ന കുടുംബസ്ഥരായവരെ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നവരെ, കുടുംബജീവിതത്തിൽ 25, 30, 40, ചിലപ്പോൾ 50 വർഷങ്ങളുമൊക്കെ പിന്നിട്ടവരെ, ഈ ക്രമത്തെ പിൻപറ്റിയും ഈ ക്രമത്തെ പറഞ്ഞുകൊടുത്തും ഈ ക്രമത്തെ പിൻപറ്റുവാനുള്ള ആഗ്രഹത്തോടുകൂടിയും നമുക്ക് ഈ തലമുറയിലായിരിക്കാം. നമ്മുടെ കർത്താവ് വരുവാൻ സമയമായി. കാന്തൻ വെളിപ്പെടുന്നു, തനിക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന കാന്തയെ ചേർക്കുവാൻ. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, തന്നെത്താൻ ഒരുക്കി കാത്തിരിക്കുന്ന കാന്തയ്ക്ക് വേണ്ടി, നിർമ്മല കന്യകയ്ക്ക് വേണ്ടി മണവാളൻ പ്രത്യക്ഷനാകുന്നു. നിർമ്മല കന്യകയായി കാത്തിരിപ്പാൻ നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. വിശേഷാൽ ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കും നിങ്ങൾ തിരുവെഴുത്ത് വായിക്കുന്നതിലും, തിരുവെഴുത്ത് പഠിക്കുന്നതിലും, തിരുവെഴുത്ത് പ്രാവർത്തികമാക്കുന്നതിലും, തിരുവെഴുത്ത് പ്രായോഗികമായി ജീവിതത്തിൽ പ്രയോഗിക്കുന്നതിലും മുന്നിട്ട് നിന്ന് ഒരു ഉത്തമ ക്രിസ്തീയ കുടുംബം ആയിത്തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു പാസ്റ്റർ. വളരെ അനുഗ്രഹീതമായ സന്ദേശത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവം ഭവനം പണിയുന്നു. ഗോഡ് ബിൽഡ്സ് ദ ഹോം. ദൈവം ഈ കുഞ്ഞുങ്ങളുടെ ഭവനം പണിയട്ടെ, അനുഗ്രഹത്തിന് അത് കാരണമായി തീരട്ടെ, ദൈവനാമ മഹത്വത്തിന് കാരണമാകട്ടെ. തുടർന്ന് കൊയർ ഒരു ഗാനം ആലപിക്കുന്നതാണ്. അതിനുശേഷം തുടർന്നുള്ള ആത്മീക ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പാസ്റ്റർ ജെയിംസ് സാമുവേൽ പ്രാർത്ഥിക്കുന്നതുമായിരിക്കും. Thank you.
പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂമിയിലുള്ള സകല കുടുംബത്തിന് പേർ വരുവാൻ കാരണമായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവിടെയാക്കിയ എല്ലാ മുഖാന്തരങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ അങ്ങ് വാഴ്ത്തുകയും ഞങ്ങളങ്ങ് സ്തുതിക്കുകയും ചെയ്യുന്ന കർത്താവേ, സംഭവമായി ഞങ്ങളുടെ ജീവിതയാത്രയിൽ കഴിഞ്ഞ നാളിലെല്ലാം ഞങ്ങളെ പരിപാലിച്ച, ഞങ്ങൾക്ക് ജീവനും ഭക്തിക്ക് വേണ്ടതെല്ലാം നൽകി തന്ന ദൈവത്തെ ഞങ്ങൾ ഒന്നിയോടെ സ്തുതിക്കുന്നു. വിശേഷാൽ ഞങ്ങളുടെ പൈതങ്ങൾ കല്ലിടിനയ്ക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരുടെ ജനനം മുതലുതുരെയും കർത്താവ് അത്ഭുതകരമായി പരിപാലിച്ചു. ശാരീരികമായ ആരോഗ്യം, ബലവും ബുദ്ധിയും ജ്ഞാനവും നൽകി തക്ക സമയത്ത് ജോലിയും ഭൗമ്യമായതിനേക്കാൾ ഉപരിയായത് ആത്മീയമായ നൽവരങ്ങളെ നൽകി തക്ക തുണിയായിരിക്കേണ്ടതിന് വത്സല്യ ഹെൻറിയെ കർത്താവ് ഒരുക്കി. ഇതെല്ലാം യഹോവയാൽ സംഭവിച്ചു. ഞങ്ങളുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം എന്ന് പറയത്തക്ക നിലയിൽ ദൈവം ഒരുക്കിക്കൊണ്ടത് വഴികൾക്കായി സ്തോത്രം. വത്സല്യ മകന്റെ മേൽ പകർന്ന എല്ലാ ശാരീരികമായ ഭൗമ്യമായ എല്ലാ നൽവരങ്ങൾക്കായി, എല്ലാ ആത്മീയമായ ശ്രേഷ്ഠമായ അനുഭവങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ അങ്ങ് വാഴ്ത്തും, ഞങ്ങളെ സ്തുതിക്കുക ചെയ്യുന്നു. ഇത് പകൽക്കാലം കല്ലിൽ തിരിഹിത പ്രകാരം ഒന്നായിത്തീരുന്നത് എല്ലാ നിലയിലും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവരുടെ ഭാവി നന്മകൾക്ക്, അവരുടെ മാതാപിതാക്കൾക്ക്, അവരായിരിക്കുന്ന സമൂഹത്തിൽ സഭയ്ക്ക് എല്ലാം അനുഗ്രഹമായി തീരുവാൻ തക്കണം കർത്താവ് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിന്റെ പുകഴ്ചയ്ക്കായി ശ്രേഷ്ഠമായ അനുഭവങ്ങൾ വാത്സല്യഭേദങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ തക്കണം കർത്താവ് മുഖാന്തരമാക്കണമേ. തുറന്നുള്ള ശുശ്രൂഷയ്ക്കായി ഭിക്ഷുക്കന്മാരെ അവിടുന്ന് ശക്തീകരിക്കണമേ. യഹോവ ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുന്നുവെന്ന് തലമുറ അനുഭവിച്ചറിയുവാൻ തക്കണം പ്രിയപ്പെട്ടവരെല്ലാവരെയും കർത്താവ് ഇടയാക്കുവാൻ പോകുന്നതിനാൽ സ്തോത്രം. ദിവ്യാനുഗ്രഹത്തിന്റെ ശ്രേഷ്ഠതയാൽ അടുങ്ങൾ എല്ലാവരെയും നിറച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. സർവ്വം ഞങ്ങളെ വീണ്ടെടുത്ത യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഇതുവരെയും ദിവസത്തിലായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. വിവാഹ ശുശ്രൂഷയുടെ പ്രധാന ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ദൈവിക ഉടമ്പടിയിലൂടെ കുടുംബ ബന്ധത്തിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കുന്ന ശുശ്രൂഷയാണ് ഇനിയും നമ്മുടെ മുമ്പിലുള്ളത്. അതിനായി നിയുക്തനായി ദൈവിക നിയോഗത്തോടെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PG മാത്യൂസ് അവരുകളെ അതിനായി ക്ഷണിക്കുന്നു. പ്രാർത്ഥനാപൂർവം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ.